ഇപ്പോൾ ഒരു സമാധാന ചർച്ച നടക്കുന്നുണ്ട് ഈജിപ്തിൽ. വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക്. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ ഈജിപ്തിൽ തുടരുമ്പോൾ ആദ്യ ദിന ചർച്ചകൾ പോസിറ്റീവാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇരുപക്ഷവും ആഗ്രഹിക്കുന്നു. അവർ ഇന്ന് സമ്മതിച്ചതായി അമേരിക്കൻ വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. നൊബേൽ സമ്മാനത്തിന് ട്രംപിനേക്കാൾ സംഭാവന നൽകിയ മറ്റൊരു നേതാവില്ലെന്നാണ് ഗസയിലെ ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മ പറയുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ഇത് താമസിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ നൊബേൽ സമ്മാനം വഴിമാറിപ്പോകുമോ എന്ന് സംശയമുണ്ട്. ഇതിനിടയിൽ അമേരിക്കയിലെ ചില ആളുകളൊക്കെ മധുവിനെ അത്യാവശ്യം നല്ല വാക്കുകൾ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ടെന്ന് കേട്ടു. തെറിവിളി തുടങ്ങിയോ? എസ് കെ എൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള മെസ്സേജുകളാണ് ഭീഷണിപ്പെടുത്തും കൊണ്ടുള്ള ഇത് വരുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ടിങ്ങോ അനാലിസിസോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളോ പറയാറില്ല. കണ്ടതും കേട്ടതും കൃത്യമായ സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിൽ ആ ഒരു ബോക്സിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയാലും അല്ലെങ്കിൽ പാർട്ടി ആയാലും ഉള്ളതുപോലെ പറയുക. കാര്യം ഉള്ളതുപോലെ പറയുക. എസ് കെ നമ്മളങ്ങനെ ഭയക്കത്തില്ലല്ലോ. ഒരു ഗ്രാമത്തിന്റെ തീച്ചൂളയിൽ നിന്ന് കത്തി നിൽക്കുന്നത് അങ്ങനത്തെ കൊട്ടാരക്കര എസ് കെ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ഇന സമാധാന പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ ഈജിപ്തിലെ റെഡ് സീ റിസോർട്ടിലെ ഷാം എൽ ഷെയ്ഖ് റിസോർട്ടിലാണ് ആരംഭിച്ചത്. ആദ്യ ദിന ചർച്ചകൾ പോസിറ്റീവ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഹമാസിന്റെ ഗസയിലെ ചീഫായിട്ടുള്ള ഖലീൽ അൽ ഹയ്യയും അതുപോലെ അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്റ്റ് പ്രതിനിധികളും ഒക്കെ സ്ഥലത്തുണ്ട്. ഇസ്രയേലിന് വേണ്ടി അവരുടെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡെർമറാണ് ഇസ്രയേൽ സംഘത്തെ നയിക്കുന്നത്. ഇരുപക്ഷവും തമ്മിലുള്ള ടെക്നിക്കൽ ടോക്സ് എന്നാണ് വൈറ്റ് ഹൗസ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ പുരോഗമിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കാര്യത്തിൽ രണ്ടുപക്ഷവും സമ്മതിച്ചതായിട്ട് വൈറ്റ് ഹൗസ് പറയുന്നു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇസ്രയേലി ബന്ദികളുടെ പട്ടികയും അതുപോലെ മോചിക്കപ്പെടേണ്ട രാഷ്ട്രീയ തടവുകാരുടെ പട്ടികയും ഒക്കെ ഈ ചർച്ചകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ട്രംപിന്റെ 20 പോയിന്റ് പീസ് പാക്കേജ് പ്രകാരം ഈ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന 250 പാലസ്തീൻ തടവുകാർക്കും അതുപോലെ യുദ്ധസമയത്ത് ഇസ്രയേൽ തടവിലാക്കിയ 1700 ഗസക്കാർക്കും പകരം ഈ ബന്ദികളെ കൈമാറും. അതുപോലെ ഇസ്രയേലും ഹമാസും കൂടെ സമ്മതിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഈ ട്രംപിന്റെ കരാറിൽ പറയുന്നത്. പക്ഷേ അത് ലോജിസ്റ്റിക് ആയിട്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഈ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഏതൊക്കെ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഇരുപക്ഷവും ഇതുവരെയും ഒരു ധാരണയിലെത്തിയിട്ടില്ല. അത് ഒരാഴ്ചയോളം നീളുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അത് ഇവിടെ 2 പോയിന്റാണ് പ്രധാനമായിട്ടുള്ളത്. ഇസ്രയേലിന്റെ കൈവശമുള്ള പാലസ്തീനികളെ തടവുകാരായിട്ടുള്ള കൈമാറൽ, അതുപോലെ ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിൻവാങ്ങൽ. ഇത് ഈ 1ാം ഘട്ടമാണ്. ഈ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ഇന്ന് ഈ നോബൽ പീസ് പ്രൈസ് കമ്മിറ്റിക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ലോക സമാധാനത്തിന് ഡൊണാൾഡ് ട്രംപിനേക്കാൾ സംഭാവന നൽകിയ മറ്റൊരു നേതാവില്ല, അതുകൊണ്ട് നോബൽ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ശക്തമായിട്ട് വാദിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഭീഷണികളിലൊന്നും മുഖം കുത്തി വീഴാതെ സധൈര്യം മുന്നോട്ട് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.